ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷനിലെ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. സോ വാട്ട്സ് എ ട്രാൻസ്ഡ്യൂസർ? ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി, എസ്പെഷ്യലി എ നോൺ ഇലക്ട്രിക്കൽ പാരാമീറ്റർ ലൈക്ക് ഹീറ്റ്, light intensity or force, displacement, temperature, etc. into another form, mainly either by a voltage or a current. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഡിവൈസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ട്രാൻസ്ഡ്യൂസറിന് മെയിനായിട്ടും രണ്ട് കോമ്പണൻസ് ആണ് ഉള്ളത്. ഒന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ സെൻസ് ചെയ്യുന്ന ഒരു സെൻസിങ് എലമെൻറ്റും അതിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റും. ഓക്കെ, so a transducer is a device that converts any physical form of energy into its electrical form. Okay, so നമുക്ക് മെയിനായിട്ടും ട്രാൻസ്ഡ്യൂസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ട് കാറ്റഗറിയിലേക്കാണ്. First category of transducers are called active transducers. So active transducers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they uses their own voltage or current for giving the output signal. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്തതിന് ശേഷം എന്താണ് നമ്മുടെ ആക്റ്റീവ് എലമെൻറ്റിന് കൊടുക്കുന്ന അവരുടെ തന്നെ സപ്ലൈ വോൾട്ടേജ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ദേ ഡു നോട്ട് റിക്വയർ എൻ എക്സ്റ്റേണൽ പവർ സപ്ലൈ. ഓക്കെ, സോ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഈസ് എ തെർമോകപ്പിൾ യൂസ്ഡ് ഫോർ മെഷറിംഗ് ടെമ്പറേച്ചർ. ഓക്കെ, തെർമോകപ്പിൾ. നൗ രണ്ടാമത്തെ കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ കോൾഡ് passive transducers. So അതിൽ പറയുന്നത് തന്നെയുണ്ട് പാസീവ് ആണ്. സോ ദീസ് യൂസസ് ആൻ എക്സ്റ്റേണൽ പവർ സപ്ലൈ ഫോർ കൺവേർട്ടിംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ടു ആൻ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, സോ ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ പാസീവ് എലമെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ്, ദാറ്റ് ഇസ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്, കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എല്ലാം പാസീവ് കാറ്റഗറിയിലാണ് വരുന്നത്. So since active transducers do not require a power supply voltage or external power supply, these are also called self-generating type. They measure the physical quantity and they generate an electrical quantity themselves. So these are called self-generating type. And passive transducers require an external power supply for producing an electrical signal. So these are called externally powered transducers. Active transducers in a self-generating type annum, passive transducers in a externally powered transducers annum parayum. ഓക്കെ, സോ നമുക്ക് മെയിനായിട്ടും ആസ് പെർ സിലബസ് നമുക്ക് മെഷർ ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസേഴ്സ് വെച്ചിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ്, ടെമ്പറേച്ചർ ഈ മൂന്ന് പാരാമീറ്റേഴ്സിൻ്റെ മെഷർമെൻറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം മെഷർമെൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് യൂസിങ് ട്രാൻസ്ഡ്യൂസേഴ്സ്. നമുക്ക് ഒരു ട്രാൻസ്ഡ്യൂസർ വെച്ചിട്ട് എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാം. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാനായിട്ടുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ് മെയിനായിട്ടും അതിൻ്റെ ഇൻപുട്ട് പാരാമീറ്റർ, ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലേ, അതിനെ ഈക്വലൻറ്റ് വോൾട്ടേജ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ ഇൻപുട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഈക്വലൻറ്റ് ഇലക്ട്രിക്കൽ വോൾട്ടേജ്. നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ മെഷറിംഗ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോമൺലി യൂസ്ഡ് പോട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയും. ഓക്കെ, പോട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ. ദെൻ ദ സെക്കൻഡ് വൺ ഇസ് എൻ LVDT, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. ദെൻ തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഹാൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഹാൾ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയും. So these are the three common transducers used for measuring displacement: potentiometer or pot, then LVDT, linear variable differential transformer, and the third one is a Hall transducers or Hall effect transducers. Okay, so ഇതിൽ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ പോട്ട്. So potentiometer എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി എ റെസിസ്റ്റർ. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ. പൊട്ടൻഷ്യോമീറ്റർ ഇസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ. ഇതിനകത്ത് ഈ ഒരു പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു റെസിസ്റ്റൻസ് എലമെൻറ്റും കാണും. നോർമലി നമ്മൾ ഒരു വയർ വൗണ്ട് ആയിരിക്കും, ഒരു 0.01 millimeter ഡയമീറ്റർ ഉള്ള, അതായത് വെരി തിൻ വയർ ഓഫ് പ്ലാറ്റിനം അല്ലെങ്കിൽ നിക്കൽ അലോയ്.
ഓക്കെ, പ്ലാറ്റിനം അല്ലെങ്കിൽ നിക്കൽ അലോയ് വെച്ചിട്ടുള്ള വെരി തിൻ വയർ വൗണ്ട് ടൈപ്പാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്ലൈഡിംഗ് കോണ്ടാക്റ്റിന് നമ്മൾ പറയുന്ന പേര് വൈപ്പർ എന്നാണ്. നോർമലി നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തന്നെ ഒരു റെസിസ്റ്റൻസ് വരച്ചിട്ട് ഒരു ആരോ മാർക്ക് കാണിക്കും. സോ ദിസ് ആരോ മാർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ദ വൈപ്പർ കോണ്ടാക്ട് അല്ലെങ്കിൽ സ്ലൈഡിംഗ് കോണ്ടാക്ട് എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഈസ് ദ റെസിസ്റ്റീവ് എലമെൻറ്റ് ആൻഡ് ദിസ് ഈസ് ദി വൈപ്പർ. ഓക്കെ, അപ്പോൾ ഇത് പൊട്ടൻഷ്യോമീറ്റർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വൈപ്പർ മൂവ് ചെയ്യുന്നതാണ്, സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ആണ്. ആ വൈപ്പർ മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് വൈസ് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സേ വി ഹാവ് എ പൊട്ടൻഷ്യോമീറ്റർ റൈറ്റ് ഹിയർ. ഈ പൊട്ടൻഷ്യോമീറ്റർ ഇതാണെന്ന് വിചാരിക്കുക. ദെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈഡ് എന്ന് പറയുന്നത് VI ആയിട്ട് എടുക്കാം. മേ ബി എന്ത് ക്വാണ്ടിറ്റി വേണമെങ്കിലും ആവാം. ഓക്കെ, സോ VI എന്ന് പറയുന്നതാണ് ഇൻപുട്ട് പാരാമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ വി ടേക്ക് ദി ഔട്ട്പുട്ട് കോണ്ടാക്ട്. ദ സ്ലൈഡിംഗ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. സോ നമ്മുടെ ഇൻപുട്ട് പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, സോ ടോട്ടൽ റെസിസ്റ്റൻസ് എലമെൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് XT ആയിട്ടും ഈ സ്ലൈഡിംഗ് കോണ്ടാക്ട് വന്ന് നിൽക്കുന്ന ഇത്രയും ലെങ്ത്ത് നമ്മൾ ഇതിപ്പോൾ 0 ഡയമെൻഷനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 0-ൽ നിന്ന് ഈ റെസിസ്റ്റീവ് എലമെൻറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് XL എന്നും അസ്യൂം ചെയ്യുകയാണെങ്കിൽ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി റെസിസ്റ്റീവ് എലമെൻറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വൈപ്പർ ഫ്രം 0 പൊസിഷൻ ഡിവൈഡഡ് ബൈ XT. XT is the total pot length into the input voltage VI. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇവിടെ നോക്കുക, ടോട്ടൽ റെസിസ്റ്റൻസ് എലമെൻ്റ് ആണല്ലേ. ആ റെസിസ്റ്റൻസ് എലമെൻറ്റിന് എക്രോസ് ആയിട്ട് ആ വൈപ്പർ സ്ലൈഡ് ചെയ്യുന്നതാണ് നമുക്ക് ഇക്വലൻറ്റ് വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നത്, V0 ആയിട്ട് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. സോ XT എന്ന് പറയുന്നത് ആക്ച്വലി റെപ്രസെൻറ്റ്സ് എ ഡിസ്പ്ലേസ്മെൻറ്റ്. വൈപ്പറിൻ്റെ പൊസിഷൻ XL എന്ന് പറയുന്നത് വേരി ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി ആൻഡ് സിമ്പിൾ ടു ഓപ്പറേറ്റ്. ഓക്കെ, ദെൻ ലാർജ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഈ ഡിവൈസ് വെച്ചിട്ട് പറ്റും. ആൻഡ് ദി ഇലക്ട്രിക്കൽ എഫിഷ്യൻസി ഈസ് എക്സ്ട്രീംലി ഹൈ. അതായത് ഒരു ചെറിയ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് പോലും ഇത് വെച്ചിട്ട് നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ സ്ലൈഡിംഗ് കോണ്ടാക്റ്റിൻ്റെ മൂവ്മെൻറ്റ്, ആ സ്ലൈഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് അല്ലേ. സോ ഈ സ്ലൈഡിംഗ് കോണ്ടാക്റ്റിനെ ആ അലോയുടെ മേലെ, ആ വയറിൻ്റെ മേലെ കൂടെ നമുക്ക് സ്ലൈഡ് ചെയ്യാന്ന് പറയുന്നത് റിക്വയർ എൻ എക്സ്ട്രാ ഫോഴ്സ്. ആൻഡ് ഡ്യൂ ടു ദ വെയർ ആൻഡ് ടെയർ ഓഫ് ദി വൈപ്പർ കോണ്ടാക്ട് ദ ലൈഫ് ടൈം ഓഫ് പൊട്ടൻഷ്യോമീറ്റർ ഇസ് വെരി ലോ. അല്ലെങ്കിൽ കമ്പയർഡ് ടു അതർ ഡിവൈസസ് ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, സോ അങ്ങനെയാണ് പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ LVDT എന്ന് പറയും. ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ LVDT. സോ ഇതെന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ടൈപ്പാണ്. സോ ഇതും ഒരു പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. ഇറ്റ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് ഇൻഡക്റ്റീവ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ. സോ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ലീനിയർ മോഷനെ പ്രൊപ്പോർഷണൽ ഇലക്ട്രിക്കൽ വോൾട്ടേജ് ആയിട്ട് തന്നെയാണ് ഇതും ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇതിന് 3 കോയിൽസ് ആണുള്ളത്. മിഡിൽ കോയിൽ എന്ന് പറയുന്നത് പ്രൈമറി കോയിൽ, അതിനെ നമുക്ക് P എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് 2 സെക്കൻഡറി കോയിൽസ് ഉണ്ടാവും, S1 ആൻഡ് S2. ഓക്കെ, ഒരു പ്രൈമറി കോയിൽ, ഇതിനെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഈ കോയിലിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. ഇറ്റ് ഹാസ് എ മിഡിൽ പ്രൈമറി കോയിൽ ആൻഡ് 2 സെക്കൻഡറി കോയിൽസ് S1 ആൻഡ് S2. ഓക്കെ, ദ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്ന, നമ്മൾ AC സോഴ്സ് കണക്ട് ചെയ്യുന്നത് ഈ പ്രൈമറി വൈൻഡിങ്ങിലായിരിക്കും. ഇവിടെ ആയിരിക്കും നമ്മുടെ AC വോൾട്ടേജ് കണക്ട് ചെയ്യുന്നത്. ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, നമുക്ക് മെഷർ ചെയ്യാനായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ ഈ ആമിലാണ്
കണക്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് അയൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അയൺ കോറാണ്. ഈ അയൺ കോറിനോട് ചേർത്തിട്ട് നമുക്കൊരു ആം ഹാൻഡിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. മെഷർ ചെയ്യാനുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ ഈ ആമിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ് അയൺ കോർ എന്ന് പറയുന്നത് മൂവബിൾ ആണ്. യൂഷ്വലി നിക്കൽ അയൺ ഉള്ള കോമ്പൗണ്ട് വെച്ചിട്ടായിരിക്കും ഈ അയൺ കോർ ഉണ്ടാക്കിയിട്ടുള്ള. ഇറ്റ് ഈസ് മൂവബിൾ ഡിപ്പെൻഡിങ് ഓൺ ദി ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈഡ് ടു ദി ആം. ആമിന് കൊടുത്തിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അനുസരിച്ച് സോഫ്റ്റ് അയൺ കോർ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യും. ആൻഡ് ദി ഔട്ട്പുട്ട് ഓഫ് ദി LVDT, നമുക്കിവിടെ കിട്ടുന്ന LVDTയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ഇൻ വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി സെക്കൻഡറി കോയിൽസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് S1 എന്ന് പറയുന്ന സെക്കൻഡറി കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് S1 എന്നും S2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സെക്കൻഡറി കോയിലുള്ള വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ LVDTയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് E0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ES1 ആൻഡ് ES2 വോൾട്ടേജ്. ഓക്കെ, സോ അപ്പോൾ അതിനെ നമുക്ക് സർക്യൂട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പ്രൈമറി കോയിൽ, ദിസ് ഈസ് എ പ്രൈമറി കോയിൽ, അവിടെയാണ് നമ്മൾ AC സപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ആമിലായിരിക്കും നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത്. സോ സോഫ്റ്റ് അയൺ കോറ് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇഫ് ദ ഡിഫറൻസ് ഇൻ വോൾട്ടേജ് E0 എന്ന് പറയുന്നത് ES1 മൈനസ് ES2 ആണ്. സോ ഇഫ് ദി ഡിഫറൻസ് ഇൻ വോൾട്ടേജസ് പോസിറ്റീവ്, അതായത് ES1 ഗ്രേറ്റർ ആണെങ്കിൽ ഡിഫറൻസ് ഇൻ വോൾട്ടേജ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഡ്യൂറിങ് ദിസ് ടൈം ദ കോർ മൂവ് ടുവേർഡ്സ് ലെഫ്റ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലേക്ക്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതലും അങ്ങോട്ടായിരിക്കും അല്ലേ, ലെഫ്റ്റിലേക്ക് പോവുകയാണ്. Then if the displacement is if the difference in voltage, that is ES1 minus ES2 is negative ആണെങ്കിൽ കോർ മൂവ് ടുവേർഡ്സ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഉള്ളിലേക്കായിരിക്കും കോറ് മൂവ് ചെയ്യുന്നത്. സോ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് അകത്തേക്കായിരിക്കും പോകുന്നത്. സോ പുറത്തേക്കും അകത്തേക്കുമുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ആമിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ഇക്വലൻറ്റ് സെക്കൻഡറി കോയിൽ എന്ത് ചെയ്യും, ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ജസ്റ്റ് ലൈക്ക് ട്രാൻസ്ഫോമറിൻ്റെ മോഷൻ പോലെ തന്നെ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്, LVDT, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സോ ഇതാണ് LVDTയുടെ വർക്കിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഹാൾ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഹാൾ ഇഫക്റ്റ് ബേസ്ഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇപ്പോൾ ഹാൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെമി കണ്ടക്ടർ ബേസ്ഡ് തിയറിയാണ്. ഹാൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സിൽ വരുന്നതാണ്. ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടറിന് നമ്മളൊരു കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരു ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു മെറ്റലിലോ ഒരു സെമി കണ്ടക്ടറിലോ ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഇലക്ട്രിക് ഫീൽഡിനെ ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആസ് വെൽ ആസ് ദി കറണ്ട്. ഇപ്പോൾ ഞാൻ സിംപ്ലി നമ്മുടെ XYZ ആക്സിസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെ നോക്കുക, നമ്മൾ ഇപ്പോൾ Y ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡിലും Z ആക്സിസിൽ കറണ്ടും ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടർ പീസിൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. Y ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡും Z ആക്സിസിൽ കറണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ആ സെമി കണ്ടക്ടറിൽ X ആക്സിസിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സോ ഈ X ആക്സിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് Y ആൻഡ് Z ആണ് അല്ലേ. നമ്മൾ XYZ ഡയമെൻഷൻസ് പറയുമ്പോഴത്തേനും all 3 ആക്സിസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. സോ ഇതിനെയാണ് ഹാൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം ആ സെമി കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജിനെ ഹാൾ വോൾട്ടേജ് എന്ന് പറയും. ഓക്കെ, സോ ഹാൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ മെറ്റൽ or a semiconductor is placed in a magnetic field and a current is applied, and electric field will be developed which is perpendicular to both the magnetic field and the applied current, and the voltage developed is called the Hall voltage എന്ന് പറയും. സോ ഹോൾ വോൾട്ടേജിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ ഇതാണിപ്പോൾ ഒരു സെമി കണ്ടക്ടർ സാമ്പിൾ കൺസിഡർ ചെയ്തേക്കുകയാണ്. ഈ ഡയറക്ഷനിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡും ഈ ഡയറക്ഷനിൽ കറണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് രണ്ടിന് പെർപെൻഡിക്കുലറായിട്ട് നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് VH. സോ ആൻഡ് ദാറ്റ് വോൾട്ടേജ് VH is given by KH into IB divided by T, where KH എന്ന് പറയുന്നത് it is a Hall coefficient, then I is the applied current, B is the magnetic field in Weber per meter square, and T is the thickness of the sample. ഓക്കെ, ഇത് ഹാൾ ഇഫക്റ്റിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സിനെയാണ് ഹാൾ
ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാനായിട്ടുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് മെഷർ ചെയ്യേണ്ടത് ഫോഴ്സ് ആണ്. ഓക്കെ, സോ വാട്ട് ആർ the transducers used for measuring force? സോ ഫോഴ്സ് മെഷർമെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സിനെ പറയുന്ന പേരാണ് സ്ട്രെയിൻ ഗോജസ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഗേജ് എന്ന് പറയും. സ്ട്രെയിൻ ഗോജസ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഗേജ്. സോ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടക്ടറിനെ കംപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യുകയോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ്, അല്ലേ, ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ ആണ്. അപ്പോൾ ആ കണ്ടക്ടറിൻ്റെ ലെങ്ത്തിലും ഡയമീറ്ററിലും ചേഞ്ച് ഉണ്ടാവും. ആൻഡ് ദാറ്റ് ചേഞ്ച് വിൽ റിഫ്ലക്റ്റ് ഇൻ ഇറ്റ്സ് റെസിസ്റ്റൻസ്. ഓക്കെ, സോ ആ പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന പേരാണ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് സ്ട്രെയിൻ ഗേജസ് വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ, നമ്മൾ ഒരു സ്ട്രെസ്സോ സ്ട്രെയിനോ, ഒരു കണ്ടക്ടറിന് ഒരു സ്ട്രെസ്സോ സ്ട്രെയിനോ കൊടുക്കുവാണ്, ലൈക്ക് കംപ്രഷനോ അല്ലെങ്കിൽ ടെൻഷനോ കൊടുക്കുവാണെങ്കിൽ ദ ലെങ്ത് ആൻഡ് ഡയമീറ്റർ ഓഫ് ദ കണ്ടക്ടർ ചേഞ്ചസ് ആൻഡ് ദാറ്റ് ഇൻ ടേൺ റിഫ്ലെക്ട്സ് ഇൻ ഇറ്റ്സ് റെസിസ്റ്റൻസ്. കാരണം റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്താ? റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? റോ എൽ ബൈ എ ആണല്ലേ, അതായത് ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും. നമ്മളൊരു കംപ്രഷനോ ടെൻഷനോ കൊടുക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ എന്തൊക്കെ ചേഞ്ച് ചെയ്യും? ലെങ്ത്തും ചേഞ്ച് ചെയ്യും, ഡയമീറ്ററിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം ഏരിയയും ചേഞ്ച് ചെയ്യും. സോ ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ഇറ്റ്സ് റെസിസ്റ്റൻസ്. ഓക്കെ, സോ ദിസ് ഇഫക്റ്റ് ഈസ് കോൾഡ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്. സോ മെഷർമെൻറ്റ് ഓഫ് ഫോഴ്സ്, നമ്മൾ എത്രത്തോളം കംപ്രഷൻ കൊടുത്തു അല്ലെങ്കിൽ എത്രത്തോളം ടെൻഷൻ കൊടുത്തു എന്ന് അതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് സച്ച് ആൻ ഇഫക്റ്റ് ഈസ് കോൾഡ് എ പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്. So strain gauges work on the basis of piezoelectric effect and hence strain gaugesനെ piezoelectric transducers എന്നും piezoelectric അല്ല piezoresistive transducers എന്നും പറയാറുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ. കാരണം ഈ പറയുന്ന ലെങ്ത്തിലും ഡയമീറ്ററിലും ഒക്കെ ഉണ്ടാകുന്ന ഡയമെൻഷൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ എന്തിലാണ് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത്? റെസിസ്റ്റൻസിൻ്റെ വേരിയേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഇറ്റ്സ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, സോ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കുറച്ച് ടേംസ് സ്ട്രെയിൻ ഗേജസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ നമ്മളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. ഒരു കണ്ടക്ടറിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആയിട്ടും ദെൻ അതിൻ്റെ ഡയമീറ്റർ ഡി ആയിട്ടും കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളൊരു സ്ട്രെസ്സാണ് കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ ഗോജിൻ്റെ സ്ട്രെസ്സിങ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കണ്ടക്ടറിൻ്റെ, അതായത് ഫോഴ്സ്, സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുകളിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഡയമീറ്റർ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ആൻഡ് ദ ലെങ്ത് എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യും. സോ ആ റിഡക്ഷൻ ഇൻ ഡയമീറ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡി മൈനസ് ഡെൽറ്റ ഡി എന്ന് പറയും. അതായത് ടോട്ടൽ ഡയമീറ്റർ ഡി ആയിരുന്നു, അത് എത്ര വെച്ച് കുറഞ്ഞു? ഡെൽറ്റ ഡി വെച്ച് കുറഞ്ഞു. അപ്പോൾ ഇഫക്റ്റീവ്ലി ആ കണ്ടക്ടറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി മൈനസ് ഡെൽറ്റ ഡി. ഇനി നമ്മൾ ഫോഴ്സ് കൊടുത്തപ്പോഴത്തേനും അതിൻ്റെ ലെങ്ത് ചെറുതായിട്ടൊന്ന് കൂടി. ആ കൂടിയ എമൗണ്ടിനെ ഡെൽറ്റ എൽ എന്നും സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഇഫക്റ്റീവ് ലെങ്ത്തിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? എൽ പ്ലസ് ഡെൽറ്റ എൽ എന്നും റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലേ? കുറഞ്ഞത് ഡെൽറ്റ ഡി വെച്ചിട്ടും കൂടിയത് എന്താണ്? ഡെൽറ്റ എൽ വെച്ചിട്ടും എലോങ്ങേറ്റ് ചെയ്ത് വന്നു. ഓക്കെ, അപ്പോൾ ഈ ടേംസ് മനസ്സിലാക്കി വെച്ചേക്കുക, ഡെൽറ്റ ഡിയും ഡെൽറ്റ എല്ലും. സോ അതിൽ നമുക്ക് സ്ട്രെയിൻ ഗേജസുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ലാറ്ററൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ. സോ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമീറ്റർ ടു ദ ടോട്ടൽ ഡയമീറ്റർ ഓഫ് ദി വയർ. ചേഞ്ച് ഇൻ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ഡി ആണല്ലേ. ആൻഡ് ടോട്ടൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി. ആൻഡ് ദിസ് ടേം, ഈ റേഷ്യോനെയാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി നെഗറ്റീവ് ഫോർ കംപ്രഷൻ. Okay, lateral strain will be negative for compression and it will be positive. Delta D by D will be positive for elongation. Okay, lateral strain will be negative for compression and positive for elongation. Then next വരുന്നത് lateral strain കഴിഞ്ഞു. Next വരുന്നത് longitudinal strain. Next term എന്ന് പറയുന്നത് longitudinal strain.
സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ദി ടോട്ടൽ ലെങ്ത്. ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുന്ന റേഷ്യോനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒരു ഫാക്ടർ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നതാണ് പോയ്സോൺസ് റേഷ്യോ എന്ന് പറയും. പോയ്സൺസ് റേഷ്യോ. സോ പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. പോയ്സോൺസ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന നോർമലി നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്ന ഗാമയാണ്. സോ ഗാമ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ഡെൽറ്റ ഡി ബൈ ഡി ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ. സോ ഇറ്റ് ക്യാൻ ബി പ്ലസ് ഓർ മൈനസ് പോയ്സോൺസ് റേഷ്യോ. കാരണം കംപ്രഷൻ ആണെങ്കിൽ നെഗറ്റീവും ഇലോങ്ങേഷൻ ആണെങ്കിൽ പോസിറ്റീവും ആണ്. സോ ഇറ്റ് ക്യാൻ ബി പ്ലസ് ഓർ മൈനസ്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് പോയ്സോൺസ് റേഷ്യോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നതാണ് യങ്സ് മോഡുലസ് എന്ന് പറയും. യങ്സ് മോഡുലസ് ഇതൊക്കെ നമ്മൾ ഫിസിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ടേംസ് തന്നെയാണ്. സോ യങ്സ് മോഡുലസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന വൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. സോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അപ്ലൈഡ് സ്ട്രെസ് ടു സ്ട്രെയിൻ. സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ യങ്സ് മോഡുലസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ വൈ. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഡിവൈസിൻ്റെ സ്ട്രെയിൻ ഗേജിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നതാണ് ഗോജ് ഫാക്ടർ. നമ്മൾ ഒരു പർട്ടിക്കുലർ സ്ട്രെയിൻ ഗേജിനെ എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ ഫോഴ്സ് മെഷർ ചെയ്യാനായിട്ട് ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഗോജ് ഫാക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. സോ ഗോജ് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ടു പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ലെങ്ത്. അതായത് ലെങ്ത്ത് ഫോർ എക്സാമ്പിൾ ലെങ്ത്ത് 1 മീറ്റർ അല്ലെങ്കിൽ 1 യൂണിറ്റ് വെച്ച് ചേഞ്ച് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. ഓക്കെ, അതിനെയാണ് ഗോജ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഡെൽറ്റ ആർ ബൈ ആർ, ദാറ്റ് ഈസ് പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ടു പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ബൈ എൽ. ഇതാണ് ഗോജ് ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പോയ്സോൺസ് റേഷ്യോ ആസ് 1 + 2 ഇൻറ്റു ഗാമ. ദിസ് റിലേഷൻ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഗോജ് ഫാക്ടർ ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പോയ്സോൺസ് റേഷ്യോ ആസ് 1 + 2 ഗാമ. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സാണ് ഒരു സ്ട്രെയിൻ ഗേജിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ഗേജസ് നോക്കാം. നമുക്ക് മെയിനായിട്ടും 3 ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ഗേജസ് ആണ് ബോണ്ടഡ് സെക്ഷനിൽ വരുന്നത്. നമുക്ക് സ്ട്രെയിൻ ഗേജസ് ബോണ്ടഡും ഉണ്ട് അൺബോണ്ടഡും ഉണ്ട്. അതിൽ ബോണ്ടഡ് സ്ട്രെയിൻ ഗേജസ് ആണ് ഏറ്റവും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അത് 3 ടൈപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബോണ്ടഡ് മെറ്റൽ വയർ സ്ട്രെയിൻ ഗേജ്, ബോണ്ടഡ് മെറ്റൽ വയർ ടൈപ്പ്. രണ്ടാമത്തെന്ന് പറയുന്നത് ബോണ്ടഡ് മെറ്റൽ ഫോയിൽ ടൈപ്പ്, വയർ ടൈപ്പ്, ദെൻ ഫോയിൽ ടൈപ്പ്, ദെൻ തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ്. ഓക്കെ, ബോണ്ടഡ് മെറ്റൽ വയർ ടൈപ്പ്, ബോണ്ടഡ് മെറ്റൽ ഫോയിൽ ടൈപ്പ്, ദെൻ മൂന്നാമത്തെന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ടൈപ്പ്. ഈ 3 കാറ്റഗറീസാണ് സ്ട്രെയിൻ ഗേജിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ആയിട്ട് പറയുന്നത്. ദെൻ ഇതിൻ്റെ അൺബോണ്ടഡ് കാറ്റഗറീസും ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ബോണ്ടഡ് മെറ്റൽ വയർ സ്ട്രെയിൻ ഗേജ് എന്താണെന്ന് നോക്കാം. ബോണ്ടഡ് മെറ്റൽ വയർ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈൻ റെസിസ്റ്റൻസ് ഉള്ള ഒരു വയർ മാത്രമേ നമുക്ക് അവിടെ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഒരു ഫൈൻ റെസിസ്റ്റൻസ് ഉള്ള ഒരു വയർ ഉണ്ടാവും. ഇതായിരിക്കും നമ്മുടെ ഡിവൈസ് എന്ന് പറയുന്നത്. സോ ദ ടെൻസൈൽ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഹിയർ ആൻഡ് ദിസ് ഈസ് ദ ബേസ്. ഓക്കെ, നമ്മൾ ഇവിടെ ആയിരിക്കും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് റെസിസ്റ്റൻസ് മെറ്റൽ വയർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫൈൻ റെസിസ്റ്റൻസ് ഉള്ള വയർ നോർമലി ഒരു 0.025 മില്ലിമീറ്റർ ഡയമീറ്റർ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറവോ ഉള്ള ഡയമീറ്റർ ഉള്ള വയർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ കറസ്പോണ്ടിങ് ലെങ്ത്തിലും ഡയമീറ്ററിലും ഉണ്ടാകുന്ന ചേഞ്ച് എന്തിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കും, ഇതിൻ്റെ റെസിസ്റ്റൻസിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ ഇത് വയേർഡ് ടൈപ്പ് സ്ട്രെയിൻ ഗേജ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോയിൽ ടൈപ്പ്
സ്ട്രെയിൻ ഗേജ്. ഫോയിൽ ടൈപ്പ് സ്ട്രെയിൻ ഗേജ് മെയിനായിട്ടും അതിൻ്റെ ഹീറ്റ് ഡെസിപ്പേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കമ്പയർഡ് ടു വയർ സ്ട്രെയിൻ ഗേജസ്. ഇതിൻ്റെ ഹീറ്റ് ഡെസിപ്പേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. സോ വെരി ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ടൈപ്പിന്, അതായത് ഫോയിൽ ടൈപ്പിന് യൂസ് ചെയ്യാം. സോ ഫോയിൽ ടൈപ്പ് സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ജസ്റ്റ് ആ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ വയറായിട്ട് എടുക്കുന്നതിന് പകരം അതിനെ എന്തായിട്ട് എടുക്കാം, ജസ്റ്റ് ഒരു ഫോയിലായിട്ട്, ഓക്കെ, ഒരു ഫൈൻ തിക്നെസ് ഉള്ളൊരു ഫോയിലായിട്ടായിരിക്കും നമ്മൾ അതിനകത്ത് ആ റെസിസ്റ്റൻസ് എലമെൻറ്റിനെ വെക്കുന്നത്. ആൻഡ് ദ ഫോഴ്സസ് അപ്ലൈഡ് അക്രോസ് ഹിയർ. ഓക്കെ, സോ ഇതാണ് ഫോയിൽ ടൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സെമി കണ്ടക്ടർ ടൈപ്പ് സ്ട്രെയിൻ ഗേജസ് ആണ്. സെമി കണ്ടക്ടർ ടൈപ്പ് സ്ട്രെയിൻ ഗേജ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ വെരി ഹൈ ഗോജ് ഫാക്ടർ. ഗോജ് ഫാക്ടർ വളരെ ഹൈ ആയിട്ട് വേണ്ടിടത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റിനെ ബേസ് ചെയ്ത്, അതായത് നമ്മൾ ഒരു റെസിസ്റ്റൻസ് ചേഞ്ച്, സ്ട്രെയിനിനനുസരിച്ച് റെസിസ്റ്റൻസിന് ഉണ്ടാവുന്ന ചേഞ്ച് വെച്ചിട്ട് തന്നെയാണ് സെമി കണ്ടക്ടർ ബേസ്ഡ് മെറ്റീരിയൽസും വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഹിയർ വി പ്രിഫർ സെമി കണ്ടക്ടർ ടൈപ്പ് മെറ്റീരിയൽസ് ഫോർ മെഷറിങ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ അപ്ലൈഡ് സ്ട്രെയിൻ മെഷർ ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് വേരിയേഷൻ സ്റ്റഡി ചെയ്യുന്നതിനായിട്ട് സെമി കണ്ടക്ടർ ടൈപ്പ് മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻഡ് ദീസ് ആർ എസ്പെഷ്യലി യൂസ്ഡ് ഫോർ ഹൈ ഗോജ് ഫാക്ടർ ആപ്ലിക്കേഷൻസ്. ഓക്കെ, സോ ഇത്രയുമാണ് ഫോഴ്സ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ ഗേജസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ തേർഡ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ദോസ് യൂസ്ഡ് ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിനായിട്ടുള്ള ട്രാൻസ്ഡ്യൂസേഴ്സാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ മെയിനായിട്ടും പല ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഉണ്ട്. ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് പല ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്. അതിന് ഓരോന്നിനെയും നമ്മൾ യൂസ് ചെയ്യുന്ന ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ദാറ്റ് ഹാസ് ടു ബി മെഷർഡ്. സോ നമ്മുടെ നോർമൽ റെസിസ്റ്റൻസ് തെർമോമീറ്റർ ആണെങ്കിൽ അതിന് നമ്മൾ RTD എന്നാണ് പറയുന്നത്, റെസിസ്റ്റൻസ് തെർമോമീറ്റർ ഡിവൈസ്, RTD എന്ന് പറയും. സോ ഇറ്റ് ക്യാൻ മെഷർ അപ് ടു 600 ഡിഗ്രി സെൽഷ്യസ്. 600 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് RTD വെച്ചിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ രണ്ടാമത്തെ കാറ്റഗറി, ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കാറ്റഗറി എന്ന് പറയുന്നതാണ് thermocouple. It's an active transducer, so it can measure up to 1400 degree Celsius. Thermocouple. Then next category, അതും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നത് തന്നെയാണ്, ഇറ്റ്സ് എ തെർമിസ്റ്റർ എന്ന് പറയും. സോ തെർമിസ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഓൾസോ മെഷർ നെഗറ്റീവ് ടെമ്പറേച്ചേഴ്സ്, അതായത് -100 ഡിഗ്രി സെൽഷ്യസ് മുതൽ 300 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് തെർമിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് മെഷർ ചെയ്യാനായിട്ട് പറ്റും. Then for very high temperature applications, especially in propulsion centerസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് പൈറോമീറ്റർ എന്ന് പറയും. ഓക്കെ, സോ പൈറോമീറ്റർ ക്യാൻ മെഷർ ഫ്രം 1200 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3500 ഡിഗ്രി സെൽഷ്യസ് വരെ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് പൈറോമീറ്റർ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് കാറ്റഗറി, അതൊരു കാറ്റഗറി അല്ല, സിംഗിൾ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒരു സിമ്പിൾ ബൈ മെറ്റാലിക് സ്ട്രിപ്പ്. ഓക്കെ, ബൈ മെറ്റാലിക് സ്ട്രിപ്പ് ഇസ് യൂസ്ഡ് ടു മെഷർ ദ റൂം ടെമ്പറേച്ചർ, അതായത് 27 ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ടാണ് ബൈ മെറ്റാലിക് സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വൈഡ്ലി യൂസ്ഡ് ഡിവൈസസ് എന്ന് പറയുന്നത് തെർമോകപ്പിളും തെർമിസ്റ്റേഴ്സും ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് തെർമിസ്റ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ തെർമിസ്റ്റേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ തെർമിസ്റ്ററിനെ സിമ്പൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ജനറലി കൺസിസ്റ്റ് ഓഫ് എ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്. സെമി കണ്ടക്ടേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിലുള്ള സെമി കണ്ടക്ടർ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. അതായത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഉള്ള മെറ്റീരിയൽസും ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഉള്ള മെറ്റീരിയൽസും ഉണ്ട്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് മെറ്റീരിയൽസ് എന്നും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് റെസിസ്റ്റൻസ് എന്നും പറയും.
ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ടും ടെമ്പറേച്ചർ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് NTC ടൈപ്പ് മെറ്റീരിയൽസ് ആണ്. അതായത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള മെറ്റീരിയൽസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് തെർമിസ്റ്റർ ഫാബ്രിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ടും അയൺ, ദെൻ മാംഗനീസ്, ദെൻ കൊബാൾട്ട്, കോപ്പർ, ദെൻ യുറേനിയം, ഈ മെറ്റീരിയൽസിൻ്റെ, ഈ മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ്, മെറ്റൽ ഓക്സൈഡുകളാണ് തെർമിസ്റ്റർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അയൺ, മാംഗനീസ്, കൊബാൾട്ട്, കോപ്പർ, യുറേനിയത്തിൻ്റെ മെറ്റൽ ഓക്സൈഡ്സ്. ഓക്കെ, ഇതിനെല്ലാത്തിനും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് ആണുള്ളത്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേനും റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതിനെ നമുക്ക് ഒരു മാത്തമാറ്റിക്കലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ NTC എന്ന് പറഞ്ഞല്ലോ, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയണം. സോ ആ റിലേഷൻ, ദ റിലേഷൻ ബിറ്റ്വീൻ ദ റെസിസ്റ്റൻസ് ആൻഡ് ദി ടെമ്പറേച്ചർ ഈസ് ഗിവൺ ബൈ ആൻ ഇക്വേഷൻ. സോ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: RT1 is equal to RT2 into e raised to, that is exponential beta into, അല്ലെങ്കിൽ beta times 1 by T1 minus 1 by T2. So this is the equation. RT1 is equal to RT2 into e raised to beta into 1 by T1 minus 1 by T2, where T1 T2 എന്ന് പറയുന്ന ടെമ്പറേച്ചേഴ്സ് ആണ്. കെൽവിനിലാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ആൻഡ് RT1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ തെർമിസ്റ്റർ അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ T1. ഓക്കെ, RT1 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിലുള്ള തെർമിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി T1 എന്ന് പറയുന്നത് എന്തായിരിക്കും? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആയിരിക്കും ഇൻ കെൽവിൻ. ആൻഡ് RT2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ T2. T2 എന്ന് പറയുന്ന വേറൊരു ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ് ആണ് RT2 എന്ന് പറയുന്നത്. സോ T2 ഈസ് ഓൾസോ മെഷേർഡ് ഇൻ കെൽവിൻ. ആൻഡ് ബീറ്റ അല്ലെങ്കിൽ ബി എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. സോ ബീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദി തെർമിസ്റ്റർ മെറ്റീരിയൽ. നമ്മളിപ്പോൾ അയൺ, മാംഗനീസ് എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആണ് ബീറ്റ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ റിലേഷൻ കണക്റ്റിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി തെർമിസ്റ്റർ ആൻഡ് ദ ടെമ്പറേച്ചർ ബീയിങ് മെഷേർഡ്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് തെർമിസ്റ്റേഴ്സ് ആണ്. സോ നമുക്ക് മെയിനായിട്ടും 4 രീതിയിൽ തെർമിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബീഡ് ടൈപ്പ് തെർമിസ്റ്റേഴ്സ് എന്ന് പറയും. സോ ബീഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ തെർമിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ബീഡായിട്ടായിരിക്കും ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പ്രത്യേകിച്ച് അങ്ങനെ കോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. ഡയറക്റ്റ്ലി നമുക്ക് മെഷർ ചെയ്യാനുള്ള ലീഡ്സും അവൈലബിൾ ആയിരിക്കും. ഇതിനെയാണ് ബീഡ് ഫോം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ടൈപ്പ് ഓഫ് തെർമിസ്റ്റർ. ഓക്കെ, സ്മോളസ്റ്റ് ആയിട്ടുള്ള തെർമിസ്റ്റർ ടൈപ്പാണ് ബീഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ബീഡ് ടൈപ്പിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഗ്ലാസ് കോട്ടിംഗ് കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ, ബീഡ് ടൈപ്പിന് ഒരു ഗ്ലാസ് എൻക്ലോഷർ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ പ്രോബ് ടൈപ്പ്. ഓക്കെ, അപ്പോൾ ബീഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബീഡ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, വെളിയിൽ ലീഡ്സ് അവൈലബിൾ ആയിരിക്കും. ആ ബീഡ് ടൈപ്പിന് നമ്മളൊരു ഗ്ലാസ് എൻക്ലോഷർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എ പ്രോബ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് തെർമിസ്റ്റർ എന്ന് പറയുന്നത് ഡിസ്ക് ടൈപ്പ് എന്ന് പറയും. ഓക്കെ, ഡിസ്ക് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ഡിസ്ക് കപ്പാസിറ്റർ പോലെയൊക്കെ അവൈലബിൾ ആയിരിക്കും. ഒരു ഡിസ്ക് ഷേപ്പിലായിരിക്കും നമ്മുടെ തെർമിസ്റ്റർ ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ചേക്കുക. ആൻഡ് ദ ലീഡ്സ് വിൽ ബി അവൈലബിൾ ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, സോ ഇതിൻ്റെ ഡയമീറ്റർ, ഈ നമ്മുടെ ഡിസ്കിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് വേരീസ് ഫ്രം 2.5 millimeter to 25 millimeter. ഈ റേഞ്ചിലായിരിക്കും നമ്മുടെ ഡിസ്കിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് തെർമിസ്റ്റർ എന്ന് പറയുന്നത് റോഡ് ടൈപ്പ് തെർമിസ്റ്റർ. ഓക്കെ, റോഡ് ടൈപ്പ് തെർമിസ്റ്റർ. സോ റോഡ് ടൈപ്പ് തെർമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കൺസിസ്റ്റ് ഓഫ് എ റോഡ്. അതിൻ്റെ മിഡിൽ പോർഷൻ ആയിരിക്കും നമ്മുടെ തെർമിസ്റ്റർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫാബ്രിക്കേറ്റഡ് ലൈക്ക് ദിസ്. ഓക്കെ, ഇതിൻ്റെ രണ്ടെൻഡും നമുക്ക് ലീഡ്സ് അവൈലബിൾ ആയിരിക്കും. സോ ദിസ് ഇസ് എ റോഡ് ടൈപ്പ് തെർമിസ്റ്റർ. സോ കോമൺലി അവൈലബിൾ ടൈപ്സ് എന്ന് പറയുന്നത് ബീഡ് ടൈപ്പ്, പ്രോപ്പ് ടൈപ്പ്, ഡിസ്ക് ടൈപ്പ് ആൻഡ് റോഡ് ടൈപ്പ് തെർമിസ്റ്റേഴ്സ് ആണ്. ഓക്കെ,
ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ടെമ്പറേച്ചർ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് തെർമിസ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പാക്ട് ടൈപ്പ്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ 4 ടൈപ്സ് നോക്കിയതിലെല്ലാം ചെറിയ ചെറിയ സൈസാണ് അല്ലേ. കോമ്പാക്റ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ആൻഡ് ഹാസ് എ ഗുഡ് സ്റ്റെബിലിറ്റി. നമുക്ക് നെഗറ്റീവ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ പോലും ഈ തെർമിസ്റ്റേഴ്സ് വെച്ചിട്ട് മെഷർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടിരിക്കും. നല്ല സ്റ്റെബിലിറ്റി ഉള്ള മെഷർമെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഒബ്വിയസ്ലി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ നെഗറ്റീവ് ടെമ്പറേച്ചേഴ്സ് ഓൾസോ. -100°C മുതൽ 300°C വരെ നമുക്ക് തെർമിസ്റ്റേഴ്സ് വെച്ചിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, then അടുത്ത കാറ്റഗറി ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഫോർ മെഷറിംഗ് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ്, വെരി വൈഡ്ലി യൂസ്ഡ് എന്ന് പറയുന്നതാണ് തെർമോകപ്പിൾ എന്ന് പറയും. ഓക്കെ, തെർമോകപ്പിൾ. സോ ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. സോ തെർമോകപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ദറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. അതാണ് കപ്പിൾ എന്ന് പറയുന്നത്. സോ 2 ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ഉണ്ടാവും. ആ 2 ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സും കൂടെ ജോയിൻ ചെയ്ത് നമ്മളൊരു കണ്ടക്റ്റിംഗ് ജംഗ്ഷൻ ഫോം ചെയ്യും. ഓക്കെ, സോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ബീയിങ് മെഷേർഡ്. ആൻഡ് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ തെർമോകപ്പിളിൻ്റെ തന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് സീബെക്ക് ഇഫക്റ്റ് എന്ന് പറയും. സീബെക്ക് ഇഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സീബെക്ക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഇപ്പം നമ്മൾ പറഞ്ഞു 2 ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള 2 മെറ്റീരിയൽസ് കൂടെ ജോയിൻ ചെയ്ത് ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ 2 പോയിൻറ്റ്സിൽ ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ള 2 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ 2 പോയിൻറ്റ്സിനും ഇടയ്ക്കുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം അതിനിടയ്ക്ക് ഒരു EMF ഡെവലപ്പ് ചെയ്യും, ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീബെക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. 2 ജംഗ്ഷൻസിൻ്റെ ഇടയ്ക്ക് ഒരു ഇലക്ട്രിക്കൽ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ കൊണ്ട് 2 ജംഗ്ഷൻസ് ഫോം ചെയ്യുമ്പോൾ ആ 2 ജംഗ്ഷൻസിൻ്റെ ഇടയ്ക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിന് അക്രോസ് ആയിട്ട് നമുക്കൊരു ഇക്വലൻ്റ് എന്ത് മെഷർ ചെയ്യാം? ഒരു EMF മെഷർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദാറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ചേഞ്ച് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ΔV എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു -S(T) ഇൻറ്റു ΔT, where S(T) എന്ന് പറയുന്നതാണ് സീബെക്ക് കോയിഫിഷ്യൻ. ഡിപ്പെൻഡിങ് ഓൺ ദ മെറ്റീരിയൽ വി ചൂസ്, S(T) is the Seebeck coefficient, ΔV is the change in voltage and ΔT is the change in temperature. So the measured voltage is directly proportional to measured temperature ΔT. Okay, so ഇതാണ് സീബെക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമുക്കൊരു തെർമോകപ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നോർമലി യൂസ്ഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് K ടൈപ്പ് തെർമോകപ്പിളാണ് നമ്മൾ നോർമലി പ്രിഫർ ചെയ്യുന്നത്. സോ K ടൈപ്പ് തെർമോകപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കണ്ടക്ടേഴ്സാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അലൂമൽ വയർ, ദെൻ രണ്ടാമത്തെന്ന് പറയുന്നത് ക്രോമൽ വയർ, ആൻഡ് അതിന് നമുക്ക് കോൾഡ് റെഫറൻസ് ജംഗ്ഷൻ മെഷർ ചെയ്യാനായിട്ട് കോപ്പർ കണ്ടക്ടേഴ്സ്. സോ ഈ അലൂമൽ വയറും ക്രോമൽ വയറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യേണ്ട ജംഗ്ഷൻ അല്ലെങ്കിൽ മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റിയെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ കണക്ഷൻ വരുന്ന അല്ലെങ്കിൽ ഒരു തെർമോകപ്പിൾ ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇവിടെ ഒരു ഹോട്ട് ജംഗ്ഷൻ ഉണ്ടാകും. ഇവിടെ ഈ ഒരു പോയിന്റിലായിരിക്കും മേ ബി നമുക്ക് ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ടത്. സോ ഇതിന് നമുക്ക് ഇവിടെ ഇതെന്ന് പറയുന്നത് അലൂമൽ വയറും ദെൻ ഇതെന്ന് പറയുന്നത് ക്രോമൽ വയറും ആയിരിക്കും. സോ അലൂമിനിയം അല്ല, അലൂമൽ വയറാണ്. അലൂമൽ വയർ, ദെൻ താഴെ ക്രോമൽ വയർ, ആൻഡ് ദീസ് 2 വയേഴ്സ് ആർ ദെൻ കണക്റ്റഡ് ടു എ കോൾഡ് ജംഗ്ഷൻ. സോ ഇതെന്ന് പറയുന്ന ഹോട്ട് ജംഗ്ഷനാണ്. നമുക്ക് മെഷർ ചെയ്യേണ്ട ജംഗ്ഷന് ഹോട്ട് ജംഗ്ഷൻ എന്നും കോൾഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ജംഗ്ഷനും ആയിരിക്കും. നമുക്ക് അറിയാം ടെമ്പറേച്ചർ അറിയാം എന്നുള്ളൊരു ജംഗ്ഷൻ ആയിരിക്കും. So these forms 2 points. These are connected to the cold junction and with the help of a copper wire. കോൾഡ് ജംഗ്ഷനിൽ നിന്ന് വരുന്ന കണ്ടക്ടർ എന്ന് പറയുന്ന കോപ്പർ വയറാണ് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ വോൾട്ട് മീറ്റർ. ഇങ്ങനെയാണ് നമ്മളൊരു തെർമോകപ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഹോട്ട് ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷൻ വേർ നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി നമ്മൾ ഹോട്ട് ജംഗ്ഷൻ ആയിട്ടും നമുക്കൊരു റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് കോൾഡ് ജംഗ്ഷനുമായിട്ട് എടുക്കും. ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ തെർമോകപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി മെഷർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മില്ലി വോൾട്ട് മീറ്റർ. മില്ലി വോൾട്ടിലായിരിക്കും നമ്മൾ തെർമോകപ്പിളിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ EMF നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ,
സോ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ തെർമോമീറ്റർ റെസിസ്റ്റൻസ് തെർമോമീറ്ററിനെക്കാട്ടിലും ചീപ്പായിരിക്കും. ആൻഡ് 1400 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ഈ തെർമോകപ്പിൾ യൂസ് ചെയ്ത് മെഷർ ചെയ്യാം. ബട്ട് അതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത് ആക്യുറസി കുറവാണ്. കാരണം നമ്മളൊരു റെഫറൻസ് ജംഗ്ഷൻ, ഒരു കോൾഡ് ജംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മളൊരു മെഷർമെൻറ്റ് ചെയ്യുന്നത്. സോ അത്രയും ആക്യുറേറ്റ് ആയിട്ട് കിട്ടത്തില്ല. ആൻഡ് ദ ലൈഫ് ടൈം ഇസ് വെരി ലോ ആൻഡ് ദ സർക്യൂട്ടറി ഈസ് വെരി കോംപ്ലെക്സ്. അതായത് നമുക്ക് മെഷർ ചെയ്യേണ്ട ജംഗ്ഷൻ ഉണ്ട്, ഒരു റെഫറൻസ് ജംഗ്ഷൻ ഉണ്ട്. ജസ്റ്റ് ബൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 കണ്ടക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, വോൾട്ടേജ് മെഷർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ദ സർക്യൂട്ടറി, ആക്ച്വൽ സർക്യൂട്ടറി എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലെക്സ് ആണ്. ഓക്കെ, സോ ഇത്രയുമാണ് ടെമ്പറേച്ചർ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ദോസ് യൂസ്ഡ് ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് ഫ്ലോ, ദാറ്റ് ഈസ് ഫ്ലോമീറ്റേഴ്സ്. ഒരു പെർട്ടിക്കുലർ പാത്തിലൂടെയുള്ള ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റിനെ മെഷർ ചെയ്യാനായിട്ട്, ഫ്ലോ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സാണ് ഫ്ലോ മീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോ മീറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ കോൺസ്ട്രിക്ഷൻ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പൈപ്പിലൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫ്ലൂയിഡ് എത്ര ഫോഴ്സിൽ ഫ്ലോ ചെയ്യുന്നു എന്ന് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ പൈപ്പിനെക്കാട്ടിലും ചെറിയ ഒരു കോൺസ്ട്രിക്ഷനിൽ, ഓക്കെ, ഡയമീറ്റർ കുറവുള്ള ചെറിയൊരു കോൺസ്ട്രിക്ഷനിലൂടെ നമ്മൾ ആ ഫ്ലൂയിഡിനെ ഫ്ലോ ചെയ്യാനായിട്ട് അലൗ ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താണ്, നമുക്കറിയാം ആ ഒരു ചെറിയ കോൺസ്ട്രിക്ഷൻ്റെ പാരാമീറ്റേഴ്സ്, ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിലൂടെയുള്ള ഫ്ലൂയിഡ് ഫ്ലോ എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്ര ഫോഴ്സിലാണ് ആ ഫ്ലൂയിഡ് അതുവഴി ഫ്ലോ ചെയ്യുന്നത് എന്ന് നമ്മൾ മെഷർ ചെയ്തിട്ട് അതിനെ ഇൻഡയറക്റ്റ്ലി നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും, ആക്ച്വൽ ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. സോ നോർമലി ഒരു നോൺ ഏരിയയിലൂടെയുള്ള ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലോ മെഷർ ചെയ്യുന്നത്. സോ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫ്ലോ മീറ്റേഴ്സ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അൾട്രാസോണിക് ഫ്ലോ മീറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ തന്നെ അറിയാം അൾട്രാസൗണ്ട് യൂസ് ചെയ്തിട്ട്, സൗണ്ട് വേവ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും അവിടെ ഫ്ലോയുടെ മെഷർമെൻറ്റ് ചെയ്യുന്നത്. സോ ഇത് 2 ടൈപ്പ് ഉണ്ട്. അൾട്രാസൗണ്ട്സിനെ യൂസ് ചെയ്ത് ഫ്ലോ മെഷർ ചെയ്യുന്നത് 2 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഡോപ്ലർ ടൈപ്പ് എന്ന് പറയും. ദാറ്റ് യൂസസ് ഡോപ്ലർ ഇഫക്റ്റ്. നമ്മൾ റഡാറിലൊക്കെ യൂസ് ചെയ്യുന്ന ഡോപ്ലർ ഇഫക്റ്റ് വെച്ചിട്ടായിരിക്കും ഒരെണ്ണം വർക്ക് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ട്രാൻസിറ്റ് ടൈം ടൈപ്പ്. ഡോപ്ലർ ടൈപ്പും ദെൻ ട്രാൻസിറ്റ് ടൈം ടൈപ്പ്. ഓക്കെ, രണ്ടും അൾട്രാസൗണ്ട്സ് വെച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ ട്രാൻസിറ്റ് ടൈം ടൈപ്പ് ഫ്ലോ മീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്ലൂയിഡിലൂടെ 2 സൗണ്ട് പൾസസിനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യിക്കും. ഒരെണ്ണം എന്ന് പറയുന്നത് എലോങ് ദി പാത്തും, ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന പാത്തിലൂടെ നമ്മളൊരു അൾട്രാസൗണ്ടിനെയും, ദെൻ ഒരെണ്ണം എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ദ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റായിട്ട് ഒരു അൾട്രാസൗണ്ട് പൾസിനെ കൂടെ നമ്മൾ പാസ് ചെയ്യിക്കും. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള ടൈം ഡിഫറൻസ്, ആ 2 പൾസസ് തമ്മിലുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് വിൽ ഗീവ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ്. നമുക്ക് ആ ഫ്ലൂയിഡിൻ്റെ ആവറേജ് വെലോസിറ്റി ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിത്ത് റെസ്പെക്ട് ടു ദി അൾട്രാസോണിക് സൗണ്ട് വേവ്. അൾട്രാസോണിക് പൾസിന് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫ്ലൂയിഡിൻ്റെ ആവറേജ് വെലോസിറ്റി അവിടെ പറയുന്നത്. അത് ട്രാൻസിറ്റ് ടൈം ടൈപ്പ് എന്ന് പറയും. ഓക്കെ, ഡിഫറൻസ് ഇൻ ടൈം ആയിരിക്കും നമുക്ക് ഫ്ലോ മെഷർമെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡോപ്ലർ ടൈപ്പ് ഫ്ലോ മീറ്റേഴ്സ്. സോ ഡോപ്ലർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡോപ്ലർ ഷിഫ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഡോപ്ലർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡോപ്ലർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വേവ്സ് എവിടെയെങ്കിലും ചെന്ന് സ്ട്രൈക്ക് ചെയ്ത ശേഷം ആ റിഫ്ലക്റ്റിംഗ് ബീമിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഫ്രീക്വൻസി, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മുടെ റഡാറിലും അല്ലെങ്കിൽ നമ്മുടെ ബാറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഡോപ്ലർ ഇഫക്റ്റ് വെച്ചിട്ടാണ്. ബാറ്റ്സ് ഒക്കെ മുമ്പിലുള്ള ഒബ്സ്ട്രക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഡോപ്ലർ ഇഫക്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നമ്മളൊരു ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള അൾട്രാ സൗണ്ട് വേവ്സിനെ നമ്മൾ പാസ് ചെയ്യിക്കും. അപ്പോൾ ആ ഫ്ലൂയിഡിനകത്തുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുവാണെങ്കിൽ അതിനകത്തുള്ള പാർട്ടിക്കിൾസും ഫ്ലോ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ പാർട്ടിക്കിൾസിൽ ചെന്ന് ബീം സ്ട്രൈക്ക് ചെയ്തിട്ട് തിരിച്ച് വരുന്ന ഫ്രീക്വൻസി,
ആ രണ്ടും തമ്മിലുള്ള ഫ്രീക്വൻസി ഷിഫ്റ്റ് അതിനെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ഫ്രീക്വൻസി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരു ആവറേജ് വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഈ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ നമ്മൾ മെഷർ ചെയ്യുന്നത്. ബട്ട് ഇവിടുത്തെ ഒരു ഗ്രേറ്റ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ആ ഡോപ്ലർ ഷിഫ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ ഫ്ലൂയിഡിനകത്ത് എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസിൽ ചെന്ന് തട്ടിയിട്ട് തിരിച്ചു വരുന്ന ബീമാണ് നമ്മൾ ഡോപ്ലർ ഫ്രീക്വൻസി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്ലൂയിഡിനകത്ത് ഇനഫ് സൈസുള്ള, ഇനഫ് ഡെൻസിറ്റി ഉള്ള സൗണ്ട് വേവ്സിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ പറ്റുന്ന പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡോപ്ലർ ടൈപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. എസ്പെഷ്യലി ലൈക്ക് എന്തെങ്കിലും സോളിഡ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ എയർ ബബിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡോപ്ലർ ഷിഫ്റ്റ് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് ഫ്ലോ മെഷർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്യുറസിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണിത്. ഇങ്ങനെ ഒരു പാർട്ടിക്കിൾസിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട് എന്നുള്ളത് ഡോപ്ലർ ടൈപ്പിൻ്റെ ആക്യുറസിയെ കമ്പയർ ടു ട്രാൻസിറ്റ് ടൈം ടൈപ്പ് കുറയ്ക്കും. സോ ഡോപ്ലർ ടൈപ്പ് അൾട്രാസോണിക് ഫ്ലോമീറ്റേഴ്സ് ലിമിറ്റഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറായിട്ടുള്ളൂ. കൂടുതലും ട്രാൻസിറ്റ് ടൈം ടൈപ്പ് ഫ്ലോമീറ്റേഴ്സ് ആയിരിക്കും ഫ്ലോ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ 2 type of flowmeters used for measuring flow of a liquid. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്ന സെക്ഷനകത്ത് വരുന്നത്. മെയിനായിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാനായിട്ടുള്ളത് ട്രാൻസ്ഡ്യൂസേഴ്സ്, ദെൻ ഫോഴ്സ് മെഷർ ചെയ്യാനായിട്ടുള്ളത്, ദെൻ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ആൻഡ് ഫ്ലോ മെഷർമെൻറ്റ്. സോ ഇത്രയുമാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്ന സെക്ഷനകത്ത് വരുന്നത്. ഓക്കെ, താങ്ക് യു.